എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ നേഴ്സറി ബഡ് റോസിൽ നല്ല ബുഷിയായിട്ട് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഫെർട്ടിലൈസറും നല്ല രീതിയിലുള്ള കീടനാശിനി പ്രയോഗവും മാറി മാറി ചെയ്താൽ മാത്രമേ നമ്മുടെ റോസാ ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും നിറയെ പൂക്കളും പൂമുട്ടുകളും ഒക്കെ വന്നിറയത്തുള്ളൂ. ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ കൊലയായിട്ടൊക്കെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനെ കെയർ ചെയ്ത് കൊടുത്തേ മതിയാവത്തുള്ളൂ. അല്ലാതെ റോസ കൊണ്ട് വെച്ചിട്ട് വളങ്ങളും കീടനാശിനി പ്രയോഗവും ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ റോസ പെട്ടെന്ന് മുരടിച്ച് പോകും. അപ്പോൾ ഇന്ന് നമ്മുടെ റോസാ ചെടി മുരടിച്ച് പോകാതിരിക്കാനായിട്ടും ആ മുരടിപ്പ് കൊണ്ടാണല്ലോ, മുരടിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റോസയിൽ പൂക്കൾ കുറവായിരിക്കും, മുട്ടുകൾ ഉണ്ടാകുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു മുരടിച്ച മുട്ടുകളൊക്കെ ആയിരിക്കും അല്ലേ. അതൊക്കെ മാറി കിട്ടാനായിട്ട് നല്ലൊരു സൊല്യൂഷനാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോല്ല കേട്ടോ. അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് കീടങ്ങളുടെ ശല്യം ഒരുപാടാണ്, അതുപോലെ തന്നെ നല്ലവണ്ണം പൂക്കളുണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ 2-3 മഴ കിട്ടിയത് കൊണ്ട് തന്നെ എന്താ പറയുക, നല്ല രീതിയിൽ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞിട്ട് നമ്മുടെ നല്ല രീതിയിൽ വെള്ളം ഇലകളിൽ വീണ് കഴിഞ്ഞാൽ തന്നെ കുറേ കീടങ്ങളൊക്കെ, അതായത് പ്രാണികളിലൊക്കെ ശല്യം കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു റോസാച്ചെടി കണ്ടോ, കമ്പുകളെല്ലാം കറുത്തു പോയി നിന്നിട്ട് വന്നൊരു റോസാച്ചെടിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആ ഒരു കമ്പെല്ലാം ശേഖരങ്ങളും മുരടിച്ച കമ്പുകളൊക്കെ ഇലകളും കമ്പുകളും ഒക്കെ കട്ട് ചെയ്തിട്ട് സാഫ് പുരട്ടി വെച്ചിരുന്നു. ഒന്നെങ്കിൽ സാഫ് പുരട്ടി വെക്കുക, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി തേച്ച് വെക്കുക. അപ്പോൾ ഇതിൽ ഞാൻ സാഫാണ് പുരട്ടി വെച്ചത്. അതിന് ശേഷം വന്ന പുതിയ തളിർപ്പുകളാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള തളിർപ്പുകളാണ്. അപ്പോൾ പിന്നെ ഈ റോസയ്ക്കും അതുപോലെ തന്നെയായിരുന്നു, കമ്പുകളെല്ലാം കറുത്ത് ഇലയെല്ലാം പുഴിഞ്ഞു പോയിരുന്നു. അതിനുശേഷം ഞാൻ ആ സാഫ് പുരട്ടി വെച്ചതിന് ശേഷം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ സാഫ് അങ്ങ് പോയി, എങ്കിലും ആ കമ്പുകൾ കറുത്തു പോകാതിരുന്നു. അതുപോലെ തന്നെ പുതിയ പുതിയ തളിർപ്പുകളും ഉണ്ടായി. ഈ ഒരു ഇതുപോലെ ഉണ്ട് ഇല മുരടിച്ച് നിൽക്കുന്നത് കണ്ടോ, ഈ ഇല മുരടിച്ച് നിൽക്കുമ്പോൾ ഈ പൂക്കൾ ഇതുപോലെ വിരിയുന്ന പൂക്കൾ മുരടിച്ച പൂക്കളായിരിക്കും, വലിപ്പം കുറഞ്ഞ പൂക്കളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഇല മുരടിപ്പ് കൊണ്ടാണ് ഇതുപോലെ വലിപ്പം കുറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നല്ലൊരു സൊല്യൂഷൻ ചെയ്ത് കൊടുക്കാം. നല്ല എഫക്റ്റീവാണ്, നല്ല റിസൾട്ടുമാണ്. അപ്പം ഞാൻ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ എൻ്റെ ഈ റോസയൊക്കെ മുരടിച്ച പോലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടായി. അപ്പോൾ ഇലകളിലൊക്കെ പിന്നീട് വരുന്ന നമ്മൾ ആ മുരടിച്ച് നിൽക്കുന്ന പൂക്കളൊക്കെ അപ്പം തന്നെ കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. മഞ്ഞ ഇലകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് മുരടിപ്പ് വന്ന ഭാഗമെല്ലാം കട്ട് ചെയ്ത് വിടുക. പിന്നീട് വരുന്ന അടുത്ത വരുന്ന തളിർപ്പുകളെല്ലാം നല്ല രീതിയിലുള്ള തളിർപ്പുകളായിരിക്കും. നല്ല മുരടിപ്പൊന്നും ഇല്ലാതെ തന്നെ തളിർപ്പുകൾ വരും. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു സൊല്യൂഷൻ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ റോസയിലെ മുരടിപ്പ് നല്ലവണ്ണം മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് രീതിയിൽ ചെയ്ത് കൊടുത്താലേ നമ്മുടെ റോസാ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. പ്രത്യേകിച്ച് നേഴ്സറി ബഡ് റോസ്. നമ്മുടെ നാടൻ ബഡ് റോസിന് മുരടിപ്പ് വരാറുണ്ടല്ലേ ചില സമയത്ത്. നാടൻ ബഡ് റോസ് ഇങ്ങനെ കമ്പ് പോലെ നീണ്ടു പോയിട്ട് അറ്റത്തൊരു പൂ ഉണ്ടാവും. ആ പൂക്കൾ വളരെ ചെറിയ പൂക്കളായിരിക്കും. പ്രൂണിങ് അത്യാവശ്യമാണ് നമ്മുടെ റോസാ ചെടികൾക്ക്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആഴ്ചയിലൊക്കെ പൂക്കളൊന്ന് കഴിഞ്ഞ് തുടങ്ങുന്ന സമയത്തൊക്കെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ മിക്കവരുടെയും വീട്ടിലുള്ളതാണ്, ഒട്ടുമിക്ക വീടുകളിലും ഉണ്ട് പപ്പായ മരം അല്ലേ. ഒന്നെങ്കിൽ പപ്പായ എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയും ഓമയ്ക്ക എന്ന് പറയും, അല്ലെങ്കിൽ കപ്പളങ്ങ എന്നൊക്കെ പറയും. അതിൻ്റെ ഇല ഒരുപാട് മൂത്ത ഇലയല്ല, അതുപോലെ ഒരുപാട് ഇളം തളർത്ത ഇലയല്ല, അതിനിടയ്ക്കുള്ള ഇലയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഇല ഒരു 3-4 എണ്ണം എടുക്കുക. അതെടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് ഇലയെല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും ഒരു 3-4 ചുമന്നുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി നല്ലൊരു ഫംഗിസൈഡായിട്ടും പെസ്റ്റിസൈഡായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ഈ ഒരു പപ്പായ ഇലയുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നത്. പപ്പായ ഇല നല്ലൊരു എന്താ പറയുക കീടനാശിനിയാണ്, നല്ലൊരു കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന സാധനമാണ്. ഇനി ഇത് നമുക്ക് എന്താ പറയുക ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ദിവസം 1-2 ദിവസം അടച്ച് വെച്ചാലും കുറച്ചുകൂടെ വീര്യം കൂടി വരത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒന്ന് അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഞെവടി എടുക്കാവുന്നതാണ്. അതിൻ്റെ ആ ഒരു സത്തെല്ലാം ഇറങ്ങത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ട് എടുക്കാം. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണിത്. ഞാൻ പറഞ്ഞില്ല, റോസാ ചെടികൾക്ക് മാത്രമല്ല പൂക്കൾ വളർന്ന ഏത് ചെടികൾക്കും കൊടുക്കുക. അതുപോലെ തന്നെ പച്ചക്കറികൾക്കും നമ്മുടെ പച്ചമുളക് കേൾക്കില്ലേ മുരടിച്ച് മുളകൊക്കെ ഉണ്ടാകാൻ നിൽക്കുന്ന സമയത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇതിന് നമുക്ക് ഒരു തുണിയിലാണ് അരിച്ചെടുക്കേണ്ടത്. കാരണം എന്താ പറയുക, അരിപ്പയിലൊക്കെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് നമ്മുടെ സ്പ്രെയർ അടഞ്ഞു പോകും, സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതുള്ള തുണിയിൽ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതായത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയാം, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. മഞ്ഞൾപ്പൊടി വെറുതെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും വളരെയധികം നല്ലതാണ്. ഇടയ്ക്കൊക്കെ നമ്മുടെ ചെടികൾക്ക് അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളവും കൂടെ അതിനകത്തേക്ക് ചേർക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രെയറിനകത്താക്കി നമ്മുടെ എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം. പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ റോസയ്ക്കൊക്കെ ഒരുപാട് മുരടിപ്പൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 തവണ വൈകുന്നേരങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് മുരടിപ്പ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും